ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്താണ് എല്ലാവരും വിശേഷമൊക്കെ? നോമ്പൊക്കെ ഇതുവരെയായി. ഇന്ന് നമ്മൾ ഫസ്റ്റ് നോമ്പിൻ്റെ ദിവസമാണ് ഞാൻ വീഡിയോസൊക്കെ എടുക്കുന്നത്. ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ ഒരു 2-2:30 ആകുമ്പോൾ വന്നുണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയും തക്കാളിയൊക്കെ ഞാൻ ഉള്ളിയും തക്കാളിയൊക്കെ ഞാൻ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇഞ്ചും വെളുത്തുള്ളിയും ഇതൊക്കെ ഞാൻ അരച്ച് വെച്ചത് കാരണം അത് ഈസിയാണ് പണിയൊക്കെ. അതെടുത്ത് ഉണ്ടാക്കിയല്ലേ വേണ്ടുള്ളൂ. അപ്പോൾ മസാലകളൊക്കെ ഉണ്ടാക്കിയിട്ട് വഴറ്റിയിട്ട് വേണം നമ്മൾ ചിക്കൻ ഇടാൻ. പിന്നെ അതിൻ്റെ പുറത്തായിട്ട് തന്നെ ഞാൻ അവിടെ പത്തിരിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പുട്ടും രണ്ടും ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ എന്തായി നോമ്പ് എല്ലാവർക്കും എങ്ങനെയുണ്ട്? ഈ പ്രാവശ്യത്തെ നോമ്പും ചൂടും ഒക്കെ കൂടിയിട്ട് നല്ല ചൂടല്ലേ. എന്തായാലും പുറത്തൊന്നും ഇറങ്ങണ്ടാരും സേഫായിട്ടിരിക്കുക. അത്രയും നല്ല ചൂടാണ്. പിന്നെ വേറെ എന്താണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ? ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇന്നുണ്ടാക്കാൻ വിചാരിച്ചിട്ടുള്ളത് ഒരു പക്കുവടയാണ്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് പഴംപൊരിയും ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ട്. പിന്നെ ഫ്രൂട്ട്സും കുറച്ച് ഫ്രൂട്ട്സ് തന്നെയുള്ള അതുപോലെ തന്നെ ജ്യൂസും ഒക്കെയാണ് ഇന്നത്തെ ഒരു ദിവസത്തെ നമ്മളെ ഫുഡ്. അധികം സാധനങ്ങളൊന്നും ഞാൻ ഉണ്ടാക്കണില്ല. ഞാൻ അധികം അങ്ങനെ പൊരിച്ചതൊന്നും ഉണ്ടാക്കലില്ല. ഇപ്പോൾ ഇന്ന് ഞാനൊന്ന് ഉണ്ടാക്കിയതാണ്. പിന്നെ ചിക്കനൊക്കെ കറിയിലിട്ട് മസാലയൊക്കെ സെറ്റാക്കി ഞാനങ്ങനെ മൂടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പക്കുവടക്കുള്ള ഉള്ളിവടക്കുള്ള ഐറ്റംസൊക്കെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിന് നമുക്ക് വേണ്ടത് ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ തന്നെ പച്ചമുളക്. അപ്പോൾ ഇതൊക്കെ ഒരു സ്പൂണുകൾ വെച്ച് ഞാൻ ഇട്ടിട്ടുണ്ട്. അങ്ങനെ പച്ചമുളക് കുറച്ച് 2-3 സ്പൂൺ ഇട്ടിട്ട് എരിവ് കുറവാണ്. അപ്പോൾ അത് കാരണം ഞാൻ അങ്ങനെ ഇട്ടേക്കണം. അതുപോലെ തന്നെ വെളുത്തുള്ളി 2 സ്പൂണ്, ഇഞ്ചി 1 ടീസ്പൂണാണ് ഞാൻ ഇട്ടേക്കുന്നത്. അതിൽ കൂടെ കുറച്ചും കൂടി ഇട്ട് 1.5 ടീസ്പൂൺ ആക്കിയിട്ടുണ്ട്. അങ്ങനെ ഇതൊക്കെ ഇട്ട് പിന്നെ ഞാനിവിടെ കടലമാവ് ഇതിൽ ആഡ് ചെയ്യാൻ കൊടുക്കുന്നത് കടലമാവാണ്. അതുപോലെ തന്നെ കുറച്ച് മൈദമാവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു തുർക്കിഷ് ഒരു മസാല പൗഡർ ഉണ്ട്. നമ്മൾ ചിക്കനൊക്കെ പൊരിക്കുമ്പോൾ അതിട്ടിട്ട് പൊരിച്ചാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതും കൂടി ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ച് കുറച്ച് പഞ്ചസാര ഞാൻ ഇതിലിടും കേട്ടോ. അപ്പോൾ ഒരു ചെറിയൊരു മധുരമൊന്നുമില്ല, നല്ലൊരു രസമാണ്. അങ്ങനെ അതൊക്കെ ഇട്ടിട്ട് ഞാൻ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് അങ്ങനെ ബോക്സിൽ ആക്കിയിട്ടുണ്ട് എടുത്ത് വെക്കുകയാണ്. പിന്നെ അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഞാൻ കുഴച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം സുർക്ക ഒഴിക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് സുർക്കയിൽ കൂടെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത്. ഇതാണ് കേട്ടോ നമ്മളെ തുർക്കിഷ് പൗഡർ. നല്ല അസല് പൗഡറാണ്. ഇതിട്ടിട്ട് നമ്മൾ മസാല ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല മണമാണ്, നല്ല ക്രിസ്പിയാണ്. നമ്മൾ ഒന്നുകൂടി ഒരു ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ ഇവർ കോൺഫ്ലവറിൻ്റെ പൊടി അതുപോലെ തന്നെ മസാലകളൊക്കെ ആഡ് ചെയ്തിട്ടാണ് കേട്ടോ അതുണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഞാൻ സുർക്കൊക്കെ ഒഴിച്ച് കുഴച്ച് സെറ്റാക്കി വെച്ച്. പിന്നെ 2 പഴം ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഒന്ന് പൊരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതും പിന്നെ ഇതിൽ ഞാൻ ആഡ് ചെയ്യണത് കുറച്ച് ചിക്കനാണ് കേട്ടോ. ചിക്കൻ വേവിച്ചതിന് ശേഷം അതിനൊന്ന് അരച്ചെടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഈ പക്കോട ഇതുണ്ടാക്കണതിൽ ഉണ്ടാക്കി നോക്കി അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നല്ല ചിക്കൻ്റെ നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. അത് കാരണം ഉള്ളിവട ആര് തിന്നാലും ബാക്കി വരില്ല. അത് ഫുള്ളും ഫിനിഷ് ആക്കും. അത് അത്രയും നല്ല അടിപൊളി സാധനമാണ്. നിങ്ങളങ്ങനെ ഒന്ന് നോക്കി നോക്കട്ടെ ആ ചിക്കൻ ഇട്ടിട്ട്. അപ്പോൾ കുട്ടികൾക്ക് ആ ഒരു ചിക്കൻ്റെ മണം ഇതൊക്കെ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഞാൻ പക്കുവടയൊക്കെ ഉണ്ടാക്കി. പിന്നെ ഈ പറഞ്ഞ പോലെ 2 പഴം കൂടി ഉണ്ടായിരുന്നു. അതും കൂടി അതിൽ ഞാൻ പൊരിച്ചെടുത്തേക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ പൊരിച്ച കടി ഇത്രയൊക്കെ തന്നെയുള്ളൂ. പക്കുവടയും പഴംപൊരിയൊക്കെ തന്നെയുള്ളൂ. പിന്നെ ഞാൻ ചിക്കൂസ് ഫ്രിഡ്ജിൽ ഇങ്ങനെ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് പുറത്തേക്ക് എടുത്ത് വെച്ചേക്കായിരുന്നു ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട്, ഒന്ന് തണുപ്പ് പോകാൻ വേണ്ടിയിട്ട്.
അപ്പോൾ ഞാൻ ചിക്കൂസൊക്കെ അടിച്ചതുപോലെ തന്നെ പൈനാപ്പിളും പുതിനയുടെ ഇലയും ചെറുനാരങ്ങ ഇട്ടിട്ടൊക്കെയുള്ള ഒരു നാരങ്ങ വെള്ളം കൂടി കലക്കി. ഇന്നത്തെ ഫുഡ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തുക. ഓക്കെ, അപ്പോൾ എല്ലാവരും നോമ്പൊക്കെ തുറന്നിട്ടുണ്ടാവില്ലേ, അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. ഓക്കെ, താങ്ക് യു.